വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പാറ്റേൺ ആണ് മൊഡ്യൂൾ 36 മുതൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പലരുടെയും ആവശ്യപ്രകാരവും കൂടിയാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓർക്കുക. കാരണം ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു യോക്ക് നമ്മുടെ ചുരിദാർ ടോപ്പിലോ ഗൗണിലോ അല്ലെങ്കിൽ സാരി ബ്ലൗസിലോ ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മൊഡ്യൂൾ 36 സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ മെറ്റീരിയലിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്പെറന്റ് യോക്ക് ചെയ്തുകൊണ്ട്, അതും അംബർല ടോപ്പാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് കൂടാതെ പ്രിൻസസ് കട്ട് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിലും ചുരിദാറിന്റെ ടോപ്പിലും ഒക്കെ പഠിച്ചത് ഇതിനൊക്കെ കൂടി വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടും യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതും ഒക്കെ ബേസിക്സ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലൂടെ കടന്നു വന്ന് നമുക്ക് നേരിട്ട് ട്രാൻസ്പെറന്റ് ചെയ്യുന്ന ഒരു പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ വ്യത്യസ്തമായിട്ട് തോന്നിക്കാവുന്നത് കൂടുതൽ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല ചെയ്യുന്നത്. 5.5 മീറ്ററിൽ ചെയ്യാവുന്ന ഒരു ഡ്രസ് പാറ്റേൺ 4-4.5 മീറ്ററുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള 3.5 മീറ്റർ വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ വിശദമാക്കുന്നത്. ഈ ഒരു ഡ്രസ് പാറ്റേൺ ബുദ്ധിമുട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമുള്ള രീതിയിൽ പല പാർട്ടുകളായിട്ടാണ് ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കുവാനും വരച്ച് ട്രയൽ നോക്കിയിട്ട് ചെയ്യുവാനുള്ള അവസരം കൂടിയാണിത്. അതുകൊണ്ട് ഒറ്റ മൊഡ്യൂളിൽ തന്നെ തീർത്തു പോകാതെയാണ് ഈ ക്ലാസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ പുതിയ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ സർഫേസ് ഓർണമെന്റേഷൻ കൂടി ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സർഫേസ് ഓർണമെന്റേഷൻ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ ഡ്രസ് പാറ്റേൺ ഒരുപാട് ഉപകരിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഏത് ഡ്രസ് പാറ്റേൺ ആയാലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അളവുകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ ഡ്രസ്സിനും പല രീതിയിലാണ് അളവുകൾ എടുക്കുന്നതെന്നും നമുക്കറിയാം. കഴിഞ്ഞ മൊഡ്യൂളുകളിലെല്ലാം നമ്മൾ പഠിച്ചു പോകുന്നത് പല തരത്തിലാണ് അളവുകൾ എടുത്ത് പോന്നിരുന്നത്. ഈ ഡിസൈനിൽ നമുക്ക് ആവശ്യമുള്ള അളവുകൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതിൽ നമുക്ക് നെക്ക് 2 രീതിയിലാണ് അളവുകൾ വരുന്നത്. ഒന്ന് ട്രാൻസ്പെറന്റിനും ഒന്ന് നമ്മൾ ലൈനിങ് അകത്ത് ഇട്ട് കൊടുക്കുന്നതിനും വ്യത്യസ്തമായ രീതികളിലും ഇറക്കത്തിലും ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനമാണ് ഏതെല്ലാം അളവുകളാണ് വേണ്ടതെന്ന് കൃത്യമായി ഓരോന്നായി പറയുന്നത്. അതിന് മുൻപായിട്ട് ഓരോ അളവുകളും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ഡ്രസ് പാറ്റേണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നെക്കിന്റെ അളവുകളാണ്. അതായത് നെക്കിന്റെ ഇറക്കം, നെക്കിന്റെ വിഡ്ത്ത് എന്നിവ 2 രീതിയിലാണ് ബാക്കിലും ഫ്രണ്ടിലും വരുന്നത്. അത് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നെക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 രീതിയിലാണ് വരുന്നത്. ആദ്യം നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക്കിനെ നമ്മൾ എങ്ങനെയാണ് വിഡ്ത്ത് കൊടുക്കേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെക്കിനെ അധികം അകത്തി എടുക്കാതെ അല്പം അടുപ്പിച്ചെടുക്കുന്നത് തന്നെയായിരിക്കും മറ്റേ നെക്ക് ചെയ്യുമ്പോൾ കാണാൻ കൂടുതൽ ഭംഗി വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗം വരെ നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക്കിന് എത്രയാണോ അകലം വേണ്ടത് അതാണ് ആദ്യം തീരുമാനിച്ച് മെഷർ ചെയ്ത് എഴുതി വെക്കേണ്ടത്. നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 രീതിയിലായതുകൊണ്ടാണ് ആദ്യം ഒരു നെക്ക് വിഡ്ത്തിനെ മനസ്സിലാക്കി മെഷർ ചെയ്ത് എഴുതി വെക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം കോമ ഇട്ടതിന് ശേഷമായിരിക്കണം നിങ്ങൾക്ക് അകത്ത് പോകേണ്ട ലൈനിങ്ങിന്റെ നെക്ക് തീരുമാനിക്കേണ്ടത്. വിഡ്ത്താണ് പറയുന്നത്. അതായത് ഷോൾഡറിലും സ്ലീവ് ബോഡി പീസിൽ ജോയിന്റ് ചെയ്യുന്ന ഭാഗത്ത് ഈ ഭാഗത്ത് അല്പം വീതി മാത്രം വരുന്നതാണ് എപ്പോഴും നല്ലതായിട്ട് എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒരു നെക്ക് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗം വരെ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ മറ്റേത് അല്പം നീങ്ങിയായിരിക്കും നിൽക്കുന്നത്. അതായത് നല്ല ഡിഫറൻസ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇത് ഈ ഭാഗത്താണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും നിൽക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ട്രാൻസ്പെറന്റ് ചെയ്യുന്നത് ഭംഗിയിൽ മനസ്സിലാക്കുവാനും ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുവാനും നല്ലത് അങ്ങനെ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ തീരുമാനിക്കേണ്ടത് എന്താണ്? ആദ്യം എടുത്തത് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗം വരെയാണെങ്കിൽ മറ്റത് എടുക്കേണ്ടത് ഈ ഭാഗത്ത് നിന്ന്
ഈ ഭാഗം വരെയാണ്, ഈ രണ്ട് വശങ്ങളിലാണ്. അപ്പൊ നമുക്ക് ഇത്രയും അകലം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ രണ്ട് വിട്താണ് എന്ന് മനസ്സിലാക്കുക. ലൈനിങ്ങിന് വേണ്ട വിട്ടാണ് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നത്. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുന്ന ഫാബ്രിക്കിന്റെ വിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നിങ്ങൾ നെക്ക് വിട്ട് എന്നുള്ള ഭാഗത്ത് എഴുതി വെക്കേണ്ടതാണ്. ഇനി അടുത്തത് എന്താണ് നമുക്ക് നോക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ആം ഹോൾ ആണ്. ഈ ആം ഹോൾ എടുക്കുന്നത് ഒരിക്കലും ചുരിദാറിൽ ചെയ്യുന്നത് പോലെ ആം ഹോൾ ലെങ്ത് അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളിവിടെ ബ്ലൗസിന്റെ കട്ടിങ് പഠിച്ചപ്പോൾ ആം ഹോൾ ലെങ്ത് ഒരു കോമൺ ആയിട്ടുള്ള മെഷർമെന്റിലാണ് ചെയ്തിരുന്നത്. അതാണ് നമ്മൾ ഈ ഒരു ഡ്രസ് പാറ്റേണിൽ വരുത്തേണ്ടത്. കാരണം നമുക്ക് ആം ഹോൾ ഇതിൽ ലൂസ് ആയിട്ടിരുന്നാൽ ഉദ്ദേശിക്കുന്ന ഭംഗി കിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നതുകൂടി മനസ്സിലാക്കുക. കാരണം നമ്മളിവിടെ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏറ്റവും ഭംഗിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അല്പം പോലും ചുളിവുകളൊന്നുമില്ലാതെ കറക്റ്റ് ആയിട്ട്, അതായത് ബ്ലൗസിന്റെ ആം ഹോൾ ഇരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കാനായിട്ട് നമ്മൾ ഇതിന് ആം ഹോളിന്റെ മെഷർമെന്റ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ആം ഹോളിന്റെ പാർട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു. അത് ഒരു മെഷർമെന്റ് ആയിട്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല, കോമൺ ആയിട്ട് എടുക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ പറയുന്നതെല്ലാം നോർമൽ മെഷർമെന്റ്സിലാണെന്ന് നമുക്കറിയാം. അബ്നോർമൽ മെഷർമെന്റ്സിൽ വരേണ്ടത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് മുന്നുള്ള ക്ലാസ്സുകളിൽ, ബ്ലൗസിന്റെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് പറയാം. അടുത്തതായിട്ട് നിങ്ങൾ മെഷർ ചെയ്ത് എഴുതിയിടേണ്ട ഒന്ന് നിങ്ങളുടെ ടക്ക് പോയിന്റ് എത്രയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ ബ്ലൗസിന് എടുക്കുന്നത് പോലെ തന്നെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ബോഡിയിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ടക്ക് പോയിന്റ് കയറിയിരിക്കുവാനോ ഇറങ്ങിയിരിക്കുവാനോ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ മെഷർമെന്റ് എടുത്ത സമയത്ത് എങ്ങനെയാണോ ടക്ക് പോയിന്റ് എടുത്തിരുന്നത് അതുപോലെ തന്നെ ടക്ക് പോയിന്റ്, അതായത് ടക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ സെന്റർ പോയിന്റ് എവിടെയാണോ കറക്റ്റ് ആയി നിൽക്കുന്നത് ആ ഭാഗം വരെയുള്ള പോയിന്റ് ആണ് ടക്ക് പോയിന്റ് എന്ന് പറഞ്ഞ് എഴുതിയിടേണ്ടത്. അങ്ങനെ ഈ 3 മെഷർമെന്റിന്റെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഈ ഡ്രസ് പാറ്റേണിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് യോക്കിന്റെ ഇറക്കം എടുക്കുക എന്നുള്ളത്. ഈ യോക്കിന്റെ ഇറക്കം എന്ന് പറയുന്നത് 2 രീതിയിലാണ് ഉള്ളത്. ഒന്നാമത്തേത് ഹൈ വേസ്റ്റും രണ്ടാമത്തേത് ലോ വേസ്റ്റും. ഇത് രണ്ടും മെഷർ ചെയ്യുന്നതിന് 2 രീതികളാണ് ഉള്ളത്. ആദ്യത്തേത് ഹൈ വേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്ത സമയത്ത് നമ്മുടെ അണ്ടർ ബസ്റ്റ് വരെയുള്ളതാണ് ഹൈ വേസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ നിന്ന് ഷോൾഡറിന്റെ ഈ കറക്റ്റ് സെന്റർ ഭാഗത്ത് നിന്ന് നെക്ക് എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് അകന്നതെന്ന് പറയുമ്പോൾ നമുക്ക് തോൾചെരിവിലേക്ക് പോകുന്നതാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ മെഷർ ചെയ്യരുത്. പകരം എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ കോമൺ ആയിട്ട് ഇടുന്ന സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന നെക്ക് വിട്ട് എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്ത് നിന്ന് നമ്മുടെ ടക്ക് പോയിന്റിലൂടെ അണ്ടർ ബസ്റ്റിലേക്ക് പോകുന്നത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ കയറ്റിയോ ഇറക്കിയോ എടുക്കരുത്. അണ്ടർ ബസ്റ്റിന്റെ അവിടെ കറക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യാതെ മെഷർ ചെയ്യുക. അപ്പോൾ ഈ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ടേപ്പിനെ ഒരിക്കലും അമർത്തി പിടിക്കരുത് എന്ന് മനസ്സിലാക്കുക. അളവ് എടുക്കുവാൻ നിൽക്കുന്നയാൾ, അതായത് അളവ് ആരുടെയാണോ എടുക്കേണ്ടത് അയാൾ നിവർന്ന് തന്നെ നിൽക്കുവാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും വളഞ്ഞ് നേരെ അല്ലാതെ നിൽക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ സ്വയം അളവെടുക്കരുത്. അളവെടുത്താൽ തുടക്കക്കാരായ കുട്ടികൾക്ക് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രാക്ടീസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഒരിക്കലും സ്വയം അളവെടുക്കരുത്. വെക്കേണ്ടത് ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ സെന്റർ പോയിന്റിലൂടെ അണ്ടർ ബസ്റ്റ് വരെ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. ഇതിനെ കറക്റ്റായിട്ട് ഈ അളവ് എഴുതി കൃത്യമായിട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹൈ വേസ്റ്റ് ആണ് എന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് യോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഈ അളവിന് കൃത്യമായ അളവ് മാത്രം എഴുതി വയ്ക്കുക. ഒരു കാരണവശാലും നമുക്ക് കൂട്ടേണ്ട തയ്യൽ തുമ്പുകൾ ഇതിനോടുകൂടി ചേർത്ത് എഴുതി വയ്ക്കരുത്. ഇപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ലോ വേസ്റ്റ് ആണ് പഠിക്കേണ്ടത്. അതായത് നമുക്ക് താഴേക്ക് ഇറങ്ങി വരുന്നതാണ് ലോ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇതെടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നിങ്ങളുടെ ടക്ക് പോയിന്റിനെ കവർ ചെയ്ത് താഴേക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത്രയും ഭാഗം വരെ പോവുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഷേപ്പ് കഴിഞ്ഞ് 2 ഇഞ്ച് താഴെ വരെ മാത്രം എടുക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ ചുരിദാർ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? വേസ്റ്റ് ലെങ്ത് -2. ഇതാണ് നമ്മുടെ മെഷർമെന്റ് ആയിട്ട് നമുക്ക് വരേണ്ടത്. വേസ്റ്റ് ലെങ്ത് -2 എന്ന് പറയുന്നത് 15 ആണ്.
15 വരുമ്പോൾ നമുക്ക് ഹൈ വേസ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതല്ല നിങ്ങൾക്ക് ലോ വേസ്റ്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് വേസ്റ്റ് ലെങ്ത് -2 15 ചെയ്യുന്നതിന്റെ കൂടെ 2 ഇഞ്ചസ് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 17 ഇഞ്ചസ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരുടെയും ബോഡിയെ, അതായത് ബോഡി ഷേപ്പിനെയും ഓരോരുത്തരുടെ സ്ട്രക്ചറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും മാറ്റം വരുന്നത്. അതുകൊണ്ടാണ് ഹ്യൂമൻ ബോഡിയിലുള്ള മെഷർമെന്റ്സിനെ ഒരു തിയറിയിൽ ഒതുക്കി നിർത്താൻ സാധിക്കില്ല എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോരുത്തരുടെയും മെഷർമെന്റ്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് വണ്ണവും സീറ്റ് വണ്ണവും ഒക്കെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എത്രയൊക്കെയാണോ നിങ്ങളുടെ മെഷർമെന്റിൽ ആഡ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മളിവിടെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൈവശമുള്ള ഏത് അളവുകളാണെങ്കിലും നമ്മൾ എത്രയാണോ കൂട്ടുവാൻ പറയുന്നത്, ഏതെല്ലാം രീതികളിലാണ് ചെയ്യാൻ പറയുന്നത് എന്ന് നോക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അതല്ല, നിങ്ങൾക്ക് 17 അല്ല നിങ്ങൾക്ക് വേണ്ടത്, അല്പം കൂടി ഇറക്കിയോ കയറ്റിയോ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എടുക്കേണ്ടത് എന്ത് തന്നെ ആയിരുന്നാലും ഇങ്ങനെ എടുക്കുക. അതിനുശേഷമാണ് താഴേക്ക് ഇങ്ങനെ പോകേണ്ടത് എന്ന് ഓർക്കുക. ഒരിക്കലും ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ മെഷർ ചെയ്യരുത്. കാരണം നമുക്ക് നമ്മുടെ ബോഡിയിൽ ഏതെല്ലാം ഹൈറ്റ്സ് കവർ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ളതെല്ലാം ഹൈറ്റ്സിനെ എല്ലാം കവർ ചെയ്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ മെഷർമെന്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒരിക്കലും നമ്മുടെ വേസ്റ്റിന് താഴത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏത് മെഷർമെന്റ്, അതായത് നോർമലിനായിക്കോട്ടെ അബ്നോർമലിനായിക്കോട്ടെ 17 എടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ക്ലാസ് ഇത്രയും വിശദീകരിച്ച് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കൂടി വേണ്ടിയായതുകൊണ്ട് അല്പം കൂടി ചിലപ്പോൾ നീണ്ടുപോയേക്കാം. എങ്കിലും കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. കാരണം തുടക്കക്കാരായ കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണിത്. അതല്ല, ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു സംശയമൊക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ്. അതുകൊണ്ടാണ് ഇത്ര വിശദീകരിച്ച് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് സദയം ക്ഷമിക്കുക. ഇപ്പൊ നമ്മൾ ലോ വേസ്റ്റും ഹൈ വേസ്റ്റും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട മെഷർമെന്റ്, അപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന മെഷർമെന്റിന് യോക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു തന്നെ എഴുതിയിടുക. ഇനി നമുക്ക് അടുത്തായിട്ട് ആ ഭാഗത്ത് വരേണ്ട മെഷർമെന്റ് എന്ന് പറയുന്നത് വേസ്റ്റിന്റെ ചുറ്റളവാണ്. അതായത് ഏത് ഭാഗത്താണോ നമ്മൾ വേസ്റ്റ് അളവായിട്ട്, അതായത് യോക്കിന്റെ ഇറക്കമായിട്ട് പിടിച്ചിരിക്കുന്നത് ആ ഭാഗത്തുള്ള ചുറ്റളവിനെയാണ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഓരോ ഡ്രസ് പാറ്റേണിന്റെയും ഡിസൈനെ ബേസ് ചെയ്തുകൊണ്ടാണ് വേസ്റ്റ് ചുറ്റളവ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഹൈ വേസ്റ്റ് പറഞ്ഞു, ലോ വേസ്റ്റ് പറഞ്ഞു. ഇത് രണ്ടിനും 2 മെഷർമെന്റ് ആയിരിക്കും വരുന്നത് എന്ന് ഓർക്കുക. നിങ്ങൾ ഏതാണോ എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഹൈ വേസ്റ്റ് ആണെങ്കിൽ എങ്ങനെ എടുക്കണം, ലോ വേസ്റ്റ് ആണെങ്കിൽ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നേരത്തെ അണ്ടർ ബസ്റ്റ് വരെയാണ് മെഷർമെന്റ് എടുത്തിരുന്നതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഇതുപോലെ ചുറ്റിപ്പിടിച്ചിട്ട് നിങ്ങൾ ഒരു വിരൽ ലൂസ് ഉള്ളിൽ കൊടുത്തുകൊണ്ട് അണ്ടർ ബസ്റ്റിന് താഴെ ടേപ്പ് ചുളുങ്ങാനോ മടങ്ങാനോ പാടില്ല, കറക്റ്റായിട്ട് എടുക്കുക. ഒരു വിരൽ നിങ്ങളുടെ ടേപ്പ് ജോയിന്റ് ആയി വരുന്ന ഭാഗത്ത് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ബോഡി മെഷർമെന്റ്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കുവാനുള്ളതാണ്. ഇപ്പോൾ ഈ പാറ്റേൺ അനുസരിച്ചാണ് ഈ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ സ്വയം അളവെടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ടായിരിക്കണം എടുക്കേണ്ടതെന്ന് കൂടി ഓർക്കുക. ഒരിക്കലും താഴ്ന്നു പോകുവാനോ കയറിയിരിക്കുവാനോ പാടുള്ളതല്ല എന്നുകൂടി ഓർക്കുക. അപ്പോൾ നിങ്ങളുടെ അണ്ടർ ബസ്റ്റിന്റെ ആ ഭാഗത്ത് കറക്റ്റാക്കി ടേപ്പിനെ ഒരുപാട് ലൂസ് ഇല്ലാതെ ഒരു വിരൽ ലൂസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ എടുക്കുക. ഇത് നമ്മൾ ഹൈ വേസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ലോ വേസ്റ്റ് എടുത്തിരിക്കുന്നത് എവിടെയാണോ ആ ഭാഗത്തും ഇതുപോലെ തന്നെ നിങ്ങൾ എടുക്കുക. അപ്പം നേരത്തെ നമ്മൾ 17 പറഞ്ഞു. ആ 17ന്റെ ഭാഗത്ത് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, ഇറക്കം എടുക്കുന്നത് എന്ന് നോക്കിയിട്ട് ഏത് ഭാഗത്താണോ നിങ്ങളുടെ 17 നിൽക്കുന്നത് ആ ഭാഗത്തായിരിക്കണം നിങ്ങൾ ആ ഭാഗത്തുള്ള റൗണ്ടും ഇതുപോലെ പിടിക്കേണ്ടത്. ഇതിലും ഒരു വിരൽ ലൂസ് ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് ഭയങ്കരമായി ലൂസുള്ള ഒരു ഡ്രസ്സ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ലൂസ് ആണെന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സിനെ ലൂസാക്കി അതിന്റെ ഭംഗി നശിപ്പിച്ച് കളയരുത്. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് മാത്രം ലൂസ്, എന്നാൽ ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ എടുക്കുന്നത് ഹൈ വേസ്റ്റ് ആയിക്കോട്ടെ ലോ വേസ്റ്റ് ആയിക്കോട്ടെ ഏത് തന്നെ ആയിരുന്നാലും അതിന്റെ ആ കറക്റ്റ് മെഷർമെന്റ് വരുന്ന ഭാഗത്തായിരിക്കണം റൗണ്ട് ചെയ്ത് വേസ്റ്റ് ചുറ്റളവായിട്ട് എടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ അംബ്രല്ല സ്കേർട്ടിൽ വരുത്തേണ്ട അളവ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ കൃത്യമാക്കി എടുത്താൽ മാത്രമാണ് ഈ ഭാഗത്ത് ലൂസ് ഇല്ലാതെ കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി തന്നെ നിങ്ങൾ വേസ്റ്റ് റൗണ്ട് അളവെടുത്ത് എഴുതിയിടുക. അങ്ങനെ ഇത്രയും അളവുകൾ നമ്മൾ കഴിഞ്ഞു.
ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിനെ കുറിച്ച് മാത്രമാണ് നേരത്തെ പറഞ്ഞത്. ബാക്കിലെ നെക്ക് എടുക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ മെഷർ ചെയ്യുക. അതായത് ബാക്കിലെ നെക്ക് നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ ട്രാൻസ്പെറന്റ് ചെയ്യുന്നതിന്റെ അതേ വിഡ്ത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിലെ നെക്ക് നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലെ പോലെ തന്നെ ഇറക്കാം, അല്ലെങ്കിൽ നോർമലി നമ്മൾ 1.5-2 ഇഞ്ച് എടുക്കുന്നത് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരുപാട് ഇറക്കി ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. കാരണം നമുക്ക് ലൈനിങ്ങിൽ നമ്മൾ വേറെ നെക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് അല്പം ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ് ട്രാൻസ്പെറന്റ് ചെയ്യുമ്പോൾ ഭംഗി കൂട്ടുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക്കിനെ നമ്മൾ അല്പം ഉയർത്തി തന്നെ എടുക്കുക. അതായത് ബാക്ക് നെക്കിലെ ലെങ്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചിൽ തന്നെ ആയിരിക്കും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. 2 ഇഞ്ചിൽ തന്നെ ഒതുക്കി നിർത്തുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ബാക്കിലെ നെക്ക് അതായത് ലൈനിങ്ങിൽ കൊടുക്കുന്നത് അല്പം താഴ്ത്തി കൊടുക്കുമ്പോൾ ഏറ്റവും ഭംഗി തോന്നിക്കുന്നത് 2 ഇഞ്ചിനുള്ളിൽ നിർത്തുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾ എഴുതി വെക്കുക. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ലൈനിങ്ങിലെ നെക്കാണ്. ഈ ലൈനിങ്ങിലെ നെക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട് നെക്കിനേക്കാൾ മിനിമം 2 ഇഞ്ചെങ്കിലും ഇറക്കി ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അതായത് നമ്മൾ ഫ്രണ്ടിൽ ഒരു 6 ആണ് എടുത്തിരിക്കുന്നതെന്ന് കരുതുക, ബാക്കിൽ നമ്മൾ 8 ഇഞ്ചസ് എങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ 9 ഇഞ്ചസോ എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇന്നർ കാണാത്ത വിധത്തിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് മാക്സിമം ഇറക്കി ചെയ്യുന്നത് തന്നെയാണ്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് അത് കട്ട് ചെയ്യുന്ന സമയത്ത് തീരുമാനിക്കാവുന്നതാണ്. എന്ത് തന്നെയായാലും നിങ്ങൾ ഇപ്പോൾ മെഷർ ചെയ്യേണ്ടത് ഇറക്കവും വിട്ടുമാണ്. അപ്പോൾ വിട്ട് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിന് പ്രശ്നമില്ല. ഫ്രണ്ട് നെക്കിൽ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തു. ഇനി വേണ്ടത് ബാക്ക് നെക്കിലെ 2ന്റെയും ഇറക്കമാണ്. അതായത് ട്രാൻസ്പെറന്റ് നെക്കിന്റെയും താഴെ ലൈനിങ്ങിന് കൊടുക്കുന്ന നെക്കിന്റെയും ഇറക്കമാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത്. അത് രണ്ടും കൃത്യമായി എഴുതി വെക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബാക്കിൽ സിപ്പ്, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സിപ്പ് നിങ്ങൾ ബാക്കിൽ ഒരിക്കലും കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് വേറെ സ്റ്റിച്ചസ് ഒന്നും വരാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഡ്രസ്സിന്റെ ഭംഗി പോകാതിരിക്കുവാനായിട്ട് ഒന്നുകിൽ നിങ്ങൾ ഇതിനെ അല്പം കഷ്ടപ്പെട്ട് ഒന്ന് താഴേക്ക് ഇറക്കുക, അതുപോലെ തന്നെ ഊരുക എന്നുള്ളത് സഹിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നമ്മൾ കൺസീലർ സിമ്പ് വെച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ലെഫ്റ്റോ റൈറ്റോ നിങ്ങൾക്ക് തീരുമാനിക്കാം, കൺസീലർ സിമ്പ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സിനെ ഈസി ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അല്പം കോംപ്രമൈസ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ സിപ്പ് ബാക്കിൽ കൊടുക്കാതെ സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായി കൊടുക്കുക. ഇത് രണ്ടുമാണ് ചെയ്യേണ്ടത്. എന്ത് തന്നെ ആയിരുന്നാലും ഡ്രസ്സ് കറക്റ്റ് മെഷർമെന്റിലായിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഭാഗവും ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ചെസ്റ്റ് അളവ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ ബ്ലൗസിന് എടുക്കുന്നത് അത്ര ടൈറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നമ്മുടെ ചുരിദാറിന് എടുക്കുന്ന പോലെ തന്നെ എടുത്താൽ മതിയാവും. പക്ഷെ ഓവറായിട്ട് ലൂസാക്കി എടുക്കാൻ ശ്രമിക്കരുത്. കാരണം അതിന്റെ ഭംഗി എന്ന് പറയുന്നത് കറക്റ്റ് മെഷർമെന്റിൽ കിടക്കുമ്പോഴാണ്. ആം ഹോൾ മാത്രമാണ് നമ്മൾ ബ്ലൗസിന്റെ മെത്തേഡിൽ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ചെസ്റ്റിന്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുരിദാർ എടുക്കുന്നത് പോലെ, നോർമൽ എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ ഡ്രസ് ഡിസൈനിൽ സ്ലീവ് ജോയിന്റ് ചെയ്യേണ്ടത് നിർബന്ധമായും റൗണ്ട് ചെയ്ത് തന്നെ ആയിരിക്കണം. അതായത് നമ്മൾ ബ്ലൗസിന്റെ പാറ്റേണിൽ ചെയ്തതുപോലെ നിർബന്ധമായും റൗണ്ട് ചെയ്ത് തന്നെ പിടിപ്പിക്കണം. ചുരിദാറിൽ നമ്മൾ അല്ലാതെ തന്നെ നിവർത്തിയിട്ടൊക്കെ ചെയ്തിരുന്നു. ഈ പാറ്റേണിൽ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. മറ്റൊന്ന്, ഇതിൽ സ്ലീവ് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പെറന്റ് ആയിട്ട് സ്ലീവ് ചെയ്യുന്നത് കൊണ്ട്, അതായത് ലൈനിങ് വെക്കാതെയാണ് നമ്മൾ സ്ലീവ് ജോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ജോയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആം ഹോളിലെ തയ്യൽ തുമ്പ് നമ്മുടെ ബോഡിയിലേക്ക് ജോയിന്റ് ചെയ്യുന്നത് കാണാത്ത രീതിയിലാണ് നമ്മളിവിടെ ഇതിൽ ചെയ്യേണ്ടത്. കാരണം സ്ലീവ് നമുക്ക് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ തയ്യൽ തുമ്പ് പുറത്തേക്ക് നിൽക്കുന്നത് കാണുന്നത് അഭംഗിയാണ് എന്നുള്ളത് കൊണ്ട് അതെങ്ങനെയാണ് സ്ലീവ് ജോയിന്റ് ചെയ്യേണ്ടതെന്നും ആ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ജോയിന്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതും കൂടി ഈ സ്ലീവിന്റെ ഭാഗത്ത് മനസ്സിലാക്കുവാനും. ഇനി ഈ പാറ്റേൺ യൂസ് ചെയ്യുന്ന ഫാബ്രിക് എങ്ങനെയുള്ളതായിരിക്കണമെന്ന് മനസ്സിലാക്കാം. അതായത് ജോർജറ്റ്, ഷിഫോൺ അല്ലെങ്കിൽ നെറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ത്രെഡ് വർക്കുള്ള നെറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ നെറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതിനെ വേറിട്ട് നിർത്തുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ട്രാൻസ്പെറന്റ് ആയി നിൽക്കണമെങ്കിൽ നെറ്റാണെങ്കിലും അധികം വർക്കുകൾ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് രണ്ടും തമ്മിൽ തിരിച്ചറിയുന്ന വിധത്തിലുള്ള നെറ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റ് നല്ല രീതിയിലുള്ളത് തന്നെ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് വേണ്ട ഫാബ്രിക്, മെയിൻ ഫാബ്രിക്, അതായത് നല്ല വശത്ത് പുറമേ കാണുന്ന രീതിയിലുള്ള ഫാബ്രിക്. ഇനി നമ്മൾ എടുക്കുന്ന ലൈനിങ് എങ്ങനെയായിരിക്കണം എന്നതുകൂടി ശ്രദ്ധിക്കുക. കാരണം രണ്ട് രീതിയിലാണ് ലൈനിങ്ങിന്റെ ക്ലോത്ത് നമുക്ക് വരുന്നത്. ഒന്ന് സാരിയുടെ രീതിയിലുള്ള മൈക്രോ എന്നും ക്രേപ്പ് എന്നും ഒക്കെ അറിയപ്പെടുന്ന മെറ്റീരിയൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ കോട്ടൺ മെറ്റീരിയൽ വരുന്നുണ്ട്. കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് 36 ഇഞ്ച് വീതിയാണ് ഉണ്ടാവുക. 42 മുതൽ 46 ഇഞ്ച് വരെ വീതിയുള്ള ഫാബ്രിക്കും ഈ ഫാബ്രിക്കും തമ്മിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് 42 ഇഞ്ച് വീതി ഉള്ള ഫാബ്രിക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിലായിരിക്കണം 36 ഇഞ്ച് ഫാബ്രിക് എടുക്കുന്നത് വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ജോയിന്റ് ചെയ്യുന്ന സമയത്ത്, അതായത് അംബ്രല സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ അതിന് ജോയിന്റ് കൊടുക്കുമ്പോൾ കൂടുതൽ ഫാബ്രിക് നമുക്ക് 36 ഇഞ്ച് മെറ്റീരിയൽ ആണ് എടുക്കുന്നതെങ്കിൽ ആവശ്യമായി വരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ പ്ലെയിൻ നെറ്റ് ഒക്കെ 36 ഇഞ്ച് വീതിയിൽ വരാറുണ്ട്. നമുക്ക് വേണ്ടത് 42 മുതൽ 46 ഇഞ്ച് വീതി വരെയുള്ള നെറ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. ഷിഫോണിലും ജോർജറ്റിലും എല്ലാം 42 മുതൽ 46 ഇഞ്ച് വീതി വരെയാണ് കാണാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാബ്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതായത് വീതി, ലൈനിങ് എന്നിവ. ഇവിടെ ഞാൻ യോക്കിനായിട്ട് സാധാരണ നമ്മൾ എടുത്തിരിക്കുന്ന മൈക്രോ അല്ലെങ്കിൽ ക്രേപ്പ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. നമ്മുടെ എത്രയാണോ ഫാബ്രിക്, മെയിൻ ഫാബ്രിക് എടുത്തിരിക്കുന്നത് അത്രയും തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫാബ്രിക്, അതായത് ലൈനിങ് ആയിട്ടിടുന്ന ഫാബ്രിക് പലർക്കും ചൂടെടുക്കും എന്നുള്ളത് കൊണ്ട് അകത്ത് വീണ്ടും ഒരു ക്ലോത്ത് കോട്ടന് കൊടുക്കുന്നുണ്ട്. അത് യോക്കിന് മാത്രമാണ് കൊടുക്കുന്നത്, സ്കേർട്ട് പീസിന് കൊടുക്കുന്നില്ല. അതുകൂടി ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നോർമലി നമ്മൾ എടുക്കുന്ന ലൈനിങ് അത്രയും തന്നെ മതിയാവും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പ്ലെയിൻ ഫാബ്രിക് ആണ്. അതായത് ഇത് 4.5 മീറ്റർ ആണുള്ളത്. കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കുവാനാണ് എന്നുണ്ടെങ്കിൽ സ്കേർട്ട് പീസിന് നല്ല ഫ്ലെയർ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫാബ്രിക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫാബ്രിക് ആണോ അത് 5.5 മീറ്റർ സ്കേർട്ട് പീസിനും യോക്ക് ചെയ്യുന്നതിന് 1 മീറ്റർ എക്സ്ട്രയുമാണ് സാധാരണയായിട്ട് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 6.5 മീറ്റർ ആണ് നമുക്ക് ടോപ്പിനായിട്ട് ആവശ്യം വരുന്നത്. ഇത്രയും തന്നെ ലൈനിങ് കൂടി എടുക്കുമ്പോഴാണ് നല്ല ഭംഗിയിൽ, നല്ല ഫ്ലെയറോടുകൂടി നമുക്ക് അംബ്രല 8 മടക്കാക്കി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് എൻ്റെ കൈവശമുള്ളത് 4.5 മീറ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ കൈവശം എത്രയാണോ തുണി ഉള്ളത് അത് വെച്ച് തന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ 4.5 മീറ്റർ ആണ് എനിക്കിവിടെ ഉള്ളതെങ്കിലും എനിക്ക് അല്പം ഫ്ലെയർ കുറച്ചിട്ടാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന പാറ്റേൺ ഇതിൽ ചെയ്യുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3.5 മീറ്റർ എങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിൽ കുറവ് തുണിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കതിനെ ചെയ്തെടുക്കുവാൻ സാധിക്കില്ല. നിങ്ങളുടെ കൈവശം എത്ര മീറ്റർ ഫാബ്രിക് ആണോ ഉള്ളത് അത്രയും തന്നെ ലൈനിങ്ങിനെ കൂടി എടുക്കുക. സാധാരണയായി പലരും അത് ലൈനിങ്ങിനെ കുറച്ചൊക്കെ എടുക്കാറുണ്ട്. ലൈനിങ് കൂട്ടിയെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഡ്രസ്സിന് ഭംഗി കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഒട്ടും കുറയ്ക്കാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിവിടെ ഒരു ഗ്രീൻ കളറിലെ പ്ലെയിൻ ജോർജറ്റിന്റെ ഫാബ്രിക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല ഈ ഫാബ്രിക്, നോർമൽ ജോർജറ്റ് ആണ്. ഇതാണ് അതിനുള്ള ലൈനിങ്. ഇത് മൈക്രോ എന്നും ക്രേപ്പ് എന്നും ഒക്കെ അറിയപ്പെടുന്ന വീതി കൂടിയ ഫാബ്രിക് ആണ്. ഇത് അത്രയും തന്നെ, അതായത് നമുക്ക് എത്രയാണോ നമ്മുടെ ചുരിദാറിന് എടുത്തിരിക്കുന്നത് അല്ലെ ടോപ്പിന് എടുത്തിരിക്കുന്നത് അത്രയും തന്നെ ഈ ലൈനിങ്ങും ഉണ്ട്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ചൂടെടുക്കാതിരിക്കുവാനായിട്ട് അല്പം വേറൊരു ക്ലോത്ത് കൂടി, കോട്ടൺ ക്ലോത്ത് കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് യോക്കിന്റെ ഉള്ളിൽ ഇടുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ഹൈ വേസ്റ്റിനും ലോ വേസ്റ്റിനും അനുസരിച്ച് ഇത് എത്രയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ ലൈനിങ്ങിന്റെ മെറ്റീരിയൽ എന്തൊക്കെയാണ്, നല്ല തുണിയുടെ എത്ര മീറ്റർ ആണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അളവുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായി എഴുതി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് ടോട്ടൽ 11 അളവുകളാണ്. ഇതിൽ തന്നെ നെക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 രീതിയിൽ വരും. അപ്പോൾ 2 രീതിയിൽ കൂടി വരുമെന്ന് പറയുമ്പോൾ നമുക്ക് 11 എന്നുള്ളത് 13 ആകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. അത് നമുക്ക് വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് എടുക്കേണ്ടത് എങ്ങനെയാണ്? ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എത്രയാണോ ഈ ടോപ്പിന്റെ ഇറക്കം വേണ്ടത്, സാധാരണ ഇടുന്ന ചുരിദാർ ടോപ്പിനേക്കാൾ 2 ഇഞ്ചെങ്കിലും കൂട്ടിയെടുക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള അംബ്രല ടോപ്പ് എന്ന് പറയുന്നത് അല്പം ഇറക്കം കൂടുതലുള്ളത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതിയിടേണ്ടത്
ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് എടുക്കേണ്ടത് നമ്മുടെ ബോഡിയുടെ ഈ നെക്കിന്റെ ഈ ഭാഗത്താണ് എല്ലാ മെഷർമെന്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഭാഗത്ത് വയ്ക്കുക, നിവർന്ന് നിൽക്കുക. എന്നിട്ട് നമ്മുടെ ബോഡിയുടെ ഏതെല്ലാം ഉയർന്ന ഭാഗങ്ങളുണ്ട്, അതായത് വയറ്, ചെസ്റ്റ്, ഇങ്ങനെയെല്ലാം കവർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഭാഗത്തേക്ക് അടിയിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഇറക്കം എത്രയാണോ വേണ്ടത് ആ ഭാഗം വരെ ടേപ്പിനെ ഒട്ടും ടൈറ്റ് ചെയ്യാതെ പിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് ഫുൾ ലെങ്ത് ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യേണ്ടത്. അത് ചെയ്യുക. അതിനുശേഷം പിന്നീട് നമുക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണോ നിങ്ങൾ യോക്കിന്റെ ഇറക്കം തീരുമാനിച്ചിരിക്കുന്നത് അതാണ് യോക്കിന്റെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ മെഷർമെന്റ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെസ്റ്റ് അളവാണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ഏച്ചലാണ്. ഈ ഏച്ചൽ എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് 5.5 എഴുതേണ്ടതെന്ന് പറഞ്ഞു. അതായത് ബ്ലൗസിന്റെ ആം ഹോൾ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ മെഷർമെന്റ് ആണെങ്കിൽ 5.5 തന്നെ എഴുതിയിട്ടാൽ മതിയാകും. അബ്നോർമൽ മെഷർമെന്റ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഏച്ചൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടേണ്ടത് 5.5 അടുത്ത മെഷർമെന്റ് എന്ന് പറയുന്നത് ടക്ക് പോയിന്റ് ആണ്. അത് എടുക്കേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ രീതിയിൽ എടുത്തിട്ട് നിങ്ങൾ കൃത്യമായി നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കിട്ടേണ്ട മെഷർമെന്റ് എഴുതിയിടുക. അതുപോലെ തന്നെ പിന്നെ എടുക്കേണ്ടത് നെക്കാണ്. ഈ നെക്കിന്റെ വിഡ്ത്തും ലെങ്ത്തും 2 രീതിയിൽ തന്നെ എഴുതിയിടുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമെന്ന് നോക്കിയിട്ട് നെക്കിന്റെ ലെങ്ത്തും വിഡ്ത്തും രണ്ടും ബാക്കിലും ഫ്രണ്ടിലും 2 വീതം എഴുതിയിടാൻ ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്നെ അടുത്തായിട്ട് മെഷർമെന്റ് എഴുതേണ്ടത് വേസ്റ്റ് റൗണ്ട് ആണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. അതായത് ഹൈ വേസ്റ്റിന് എങ്ങനെ, ലോ വേസ്റ്റിന് എങ്ങനെയെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് നോക്കിയിട്ട് ആ രീതിയിൽ തന്നെ മെഷർമെന്റ് എഴുതിയിടാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് സ്ലീവ് ലെങ്ത്തും സ്ലീവ് റൗണ്ടുമാണ്. അത് നമ്മൾ ചുരിദാറിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കണം. അതായത് സ്ലീവ് ലെങ്ത് നിങ്ങൾക്കറിയാം. നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും തന്നെ എടുക്കുക. ആ ഭാഗത്ത് തന്നെ ആയിരിക്കണം. സ്ലീവ് റൗണ്ട് ചെയ്ത് ഫുള്ള് എഴുതിയിടേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇത്രയും അളവുകളാണ് നമുക്ക് എഴുതിയിടേണ്ടത്. അതായത് 11 അളവുകളാണെങ്കിലും അതില് 2 അളവുകൾ കൂടുതൽ വരുന്നുണ്ട്. ഏത് തരം മെറ്റീരിയൽ ആണ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് അളവുകൾ എടുക്കേണ്ടതെന്നും എന്താണ് അതിന്റെ റിസൾട്ട് എന്നും ഒക്കെ വിശദമാക്കുന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിശദീകരണം അളവുകളെ കുറിച്ചും ഫാബ്രിക്കിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അടുത്ത മൊഡ്യൂളിൽ നമുക്ക് ഈ ഡ്രസ് പാറ്റേണിന്റെ കട്ടിങ്ങും തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ആയിട്ട് കൂട്ടുകൂടാം. ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം.